ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നിതാ നമ്മൾ രാവിലെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുക്കറിലാണ് ചോറ് വെക്കുന്നത് കേട്ടോ. ഒന്നാമത് പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തലവേദനയൊക്കെ ആയതുകൊണ്ട് തന്നെ വല്ലാതെ വയ്യാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അടുപ്പത്ത് പോയി തീ എത്തിച്ചും കണ്ട് പിന്നെ കുടുക്കുമ്പലൊക്കെ കരിപ്പിച്ച് അതൊന്നും മോര് നന്നാക്കാൻ വയ്യ കേട്ടോ. ഭയങ്കര ക്ഷീണവും തലവേദനയൊക്കെയാണ്. നല്ല പനി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പല്ലിൻ്റെ പല്ലെടുത്തത് കൊണ്ട് അവിടെ ഭയങ്കര വേദനയുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൽ ഞാൻ കുറച്ച് 2 നാഴി അരി ഇട്ടിട്ടുള്ളൂ. അത് മതി ഞങ്ങൾക്ക് കുട്ടികൾക്ക് കൊണ്ടുപോകാനും ഉച്ചക്ക് കഴിക്കാനൊക്കെ മതി. പിന്നെ എന്താ ഒരടുപ്പത്ത് ഞാൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഒരടുപ്പത്ത് ഞാൻ കൂട്ടാനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കൂട്ടാനും തക്കാളി കൂട്ടാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 5-6 തക്കാളി ഞാനവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് ഞാൻ ചായക്ക് വെള്ളം വെച്ച് പറഞ്ഞിരുന്നു. ചായ തിളക്കുന്നുണ്ട്. അപ്പോൾ ഈ ചായ തിളച്ച് വരുമ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ പൊടി ഇട്ടിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് ഒരു വലിയ തരിയുള്ള പൊടിയാണ് കേട്ടോ. പക്ഷെ എന്നാലും ചായക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം അതവിടെ അങ്ങനെ തിളച്ചോളും. ആ ഒരു സമയം കൊണ്ട് ഞാൻ ചട്ടിയിൽ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചും കൊണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു വെടിക്ക് 2 പക്ഷി പറഞ്ഞ അരി ചോറ്റക്ക് കൂട്ടാനും അപ്പത്തേക്ക് ഒക്കെ ഇത് തന്നെയാണ് കേട്ടോ. തക്കാളി കൂട്ടാൻ തന്നെയാണ്, വേറെ ഒന്നും ഉണ്ടാക്കണില്ല. സാധാരണ ഇങ്ങനത്തെ ഒരു കൂട്ടാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ടത് മതിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് കരിവേപ്പിൻ്റെ ഇലയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷേ കരിവേപ്പിൻ്റെ ഇല ഞങ്ങൾ മരത്തുമ്മൽ നിറച്ച് പുഴുക്കളല്ല, എന്നാൽ ഒരു സൈസ് വെള്ള കളർ ജന്തുക്കൾ നിറച്ചുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുക്കാനൊരു പേടി, ഞാൻ അത് കഴിച്ച് കണ്ട് എന്തെങ്കിലുമൊക്കെ ആവുക വിചാരിച്ചിട്ട് കറിവേപ്പിലൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് കൂടെ തന്നെ അതാ ഒരു നെല്ലിക്ക വലിപ്പം ഉള്ള ഒരു പുളീൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളി ഇങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പുളി വേണ്ടാത്ത, അധികം പുളി വേണ്ടാന്നുള്ളവർക്ക് അത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. കുറഞ്ഞ സമയം മതി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും. അതുമല്ല, ഈ ഒരു കൂട്ടാൻ ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും കൂട്ടാനില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇത് കൂട്ടിയിട്ട് തന്നെ ഇഷ്ടംപോലെ ചോറ് കഴിക്കട്ടെ, വയറ് നിറച്ച് ചോറ് കഴിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതവിടെ വെന്തോട്ടെ കേട്ടോ. അതിലേക്ക് ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണം മുളകും പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ പച്ചമുളകാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തക്കാളീൻ്റെ കൂടെ തന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകിന് ഭയങ്കര എരിവുണ്ട്. വെച്ചാൽ ചില മുളകിന് എരിവുണ്ട്, ചില മുളകിന് എരിവില്ല. ഒരൊറ്റ മുളകൊക്കെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് എരിവ് കഴിക്കാറും. അപ്പം എന്നാൽ അങ്ങനെ വേണ്ട, മുളകും പൊടിയാകുമ്പോൾ പാകത്തെരു നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് ഇടാലോ. അപ്പോൾ ആ ചായ തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചെടുക്കാണ് കേട്ടോ. അപ്പം രണ്ടും കൂടി ഒരുമിച്ച് നോക്കാമല്ലോ, തക്കാളി കൂട്ടാനും നോക്കാം, അപ്പം ചൂടലും നടക്കും. അപ്പോൾ തക്കാളി തിളച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് തിളച്ചിട്ട് വെന്തോട്ടെ. ആ ഒരു നന്നായിട്ട് വെന്തിട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ശരിക്കും ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കഴിക്കാനാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. പക്ഷേ പച്ചമുളക് ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു പേടി. ഇനിയിപ്പോൾ ആ ഒരു ഉണ്ടമുളകാണ് കേട്ടോ. അപ്പം അത് ചിലത് വയറിൻ്റെ ഉള്ളിൽ ചെന്നാൽ, നമ്മൾ എരിവ് കൂട്ടിക്കഴിഞ്ഞാൽ വയറിൻ്റെ ഉള്ളിൽ ചെന്നാൽ ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ. ചുട്ടത്തലും അങ്ങനെ ഒരു നെഞ്ഞെരിച്ചിൽ എന്നൊക്കെ പറയില്ല, അങ്ങനെയൊക്കെ ഒരു ഇതാണ് കേട്ടോ. അപ്പം ഞാൻ വേണ്ട വെച്ചതാണ്. അപ്പം നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ആ എണ്ണ തേച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഈ എണ്ണ തേച്ചെടുക്കണ ഈ ഒരു ബോട്ടിൽ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ കേട്ടോ. 80-85 എങ്ങാനും ഉണ്ട് അതിൻ്റെ വില. നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അവർ ഇത്. അപ്പോൾ ഞാനൊന്ന് ചൂടായിക്കണോ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ഉറ്റിച്ച് നോക്കണുണ്ട് കേട്ടോ. അപ്പോൾ ചൂടായിട്ടുണ്ട്. അപ്പം ഇനി ബാക്കിയുള്ളതും കൂടി വെച്ചിട്ട് അപ്പം ചുട്ടെടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ അപ്പം ചുടുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് തേങ്ങയും അതുപോലെ തന്നെ ജീരകം ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് കൊടുത്തങ്ങാണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 4 മണിക്കൊക്കെ ആ സമയത്ത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഓരോ അപ്പം ചായക്ക് കടിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിയിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു അരിപ്പൊടി ഉണ്ട്. ഈ ഒരു അരിപ്പൊടി എന്നല്ല, പൊതുവായിട്ട് അങ്ങനെ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, അരിപ്പൊടി ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ തക്കാളി കുറച്ചൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. ഒന്നും കൂടിയൊക്കെ വേവണം, എന്നിട്ട് വേണം നമുക്ക് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇത് ഒരു പച്ച കളർ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് പറയുക, തക്കാളിൻ്റെ ഒരു ചില സൈഡ് ഒരു ഇതുണ്ടായിരുന്നു. എന്താ പറയുക, നല്ല പഴുക്കാത്ത പോലെ. ഒരുവിധം ഞാൻ കടയിൽ തക്കാളി വാങ്ങുമ്പോഴൊക്കെ നല്ല പഴുത്ത തന്നെ വാങ്ങൽ കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് കേടരില്ലല്ലോ. എപ്പോഴും ഞാൻ അങ്ങനെ വാങ്ങല. നമ്മൾ പച്ചത്തക്കാളി വാങ്ങുകയും ചെയ്തിട്ട്, പച്ചത്തക്കാളി വാങ്ങിയാൽ പഴുക്കൂല. അപ്പോൾ ഇതെനിക്കൊരു അബദ്ധം പറ്റിയ വെച്ചാൽ അവിടെ അതേ ഉണ്ടായിരുന്നുള്ളൂ. പച്ച എന്നല്ല, ചില ഭാഗം ഒരു പച്ചയല്ല മഞ്ഞയല്ല അങ്ങനത്തെ ഒരു കളർ ഉണ്ടല്ലോ, അങ്ങനത്തെ കളറിലായിരുന്നു കേട്ടോ ചില ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തക്കാളിക്ക് തക്കാളിനെ വേണ്ട വെച്ചിട്ട് അങ്ങനെ വാങ്ങി പോകുന്നതാ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാകത്തെ എരിവിനാണ് മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ ആ ഒരു പച്ചപ്പൊക്കെ ഒന്നും കൂടി ഇങ്ങോട്ട് ഇതായിക്കോട്ടെ, ഉടഞ്ഞോട്ടെ വെച്ചിട്ടാണ്. അപ്പോൾ തക്കാളി നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇനി ഞാൻ ഒന്നും കൂടി ആ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചു കൊടുത്തിട്ട്
എന്താ പറയാ പിന്നെ പണിയൊന്നുമില്ല. അപ്പൊ നമ്മളെ കൂട്ടാൻ ഇവിടെ ആയിട്ടുണ്ട് ട്ടോ. അപ്പൊ ഇത് മതി നമുക്ക്. പിന്നെ ഒരു പാറ ചോറുണ്ണാൻ അറിയില്ലേ? അതേപോലെ ഒരു പാറ ചോറൊന്നും തിന്നൂല. എന്നാലും പറച്ചിൽ അങ്ങനെയാണല്ലോ. ഒരു പാറ ചോറുണ്ണാൻ ഈ ഒരു ഇത് മതി എന്നുള്ളത്. അപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ട്ടോ. അപ്പം എല്ലാവരും ചില നാട്ടിലൊക്കെ ഉണ്ടാക്കും. അതിനെന്തോ ഒരു വേറെ പേരൊക്കെ ഉണ്ട്. തക്കാളി ചട്നിയോ അങ്ങനെ എന്തൊക്കെയോ പേരൊക്കെ ഉണ്ട്. പിന്നെ അപ്പം എല്ലാവരും ചെയ്തിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കേണ്ടി ട്ടോ. അപ്പോൾ ദാ ഞാൻ അത് മാറ്റി വെച്ചിട്ട് ആ ഒരു അടുപ്പത്ത് ഞാൻ അപ്പത്തിന്റെ ചട്ടി വെക്കുന്നുണ്ട്. പിന്നെ എന്താ ചോദിച്ചാൽ ഇതിൽ പാകത്തെ തീയേ വരുള്ളൂ ട്ടോ. മറ്റേത് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഭയങ്കരമായിട്ട് തീ വരും ട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അപ്പം കരിഞ്ഞു പോകും പെട്ടെന്ന് തന്നെ. കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുത്തത് ട്ടോ. ആ ഒരു കറക്റ്റിൽ തന്നെ തീ വരുന്നതുകൊണ്ട് നല്ല ഇതാണ് ട്ടോ. നമുക്ക് പേടിക്കാനൊന്നുമില്ല. ഒന്ന് ഇരുന്നിട്ടൊക്കെ ചൂടാം. മറ്റേ നമുക്ക് അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കണം. കരിയോ കരിയോ എന്നുള്ള ഒരു ഇതിലിട്ട്. അപ്പോൾ ദാ അപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിന്റെ പിന്നെ മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് പിന്നെ മറിച്ചിട്ടിട്ട് ഒന്നും കൂടി പിന്നെ ഇതാക്കും ട്ടോ. അപ്പം ഞാൻ തിരിച്ചും മറിച്ചും ഇട്ടിട്ടാണ് അതായത് ഇപ്പം പിന്നെ ഇങ്ങനെ മറിച്ചിട്ടില്ല. ഇങ്ങനെ ഇതാക്കിക്കാണ്ട് ചിലവര് എന്താ ചെയ്യുക, ഉമ്മ ചുടുന്ന സമയത്ത് ചിലപ്പോൾ അതിന്റെ തിരിച്ചിട്ടും കണ്ടൊന്നും ഇതാക്കാൻ നിൽക്കൂല ട്ടോ. അമ്മ വേഗം അങ്ങനെ തന്നെ എടുക്കും ട്ടോ. അപ്പൊ എനിക്കിങ്ങനെ ആണ് ഇഷ്ടം. പിന്നെ ഹസ്ബൻഡിനും തന്നെ കുറച്ച് മൊരിഞ്ഞ പോലെ വേണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മറിച്ചിട്ടും കണ്ടൊക്കെയാണ് എടുക്കല്. അപ്പൊ ഇന്ന് ഹസ്ബൻഡൊന്നും ഇല്ല. ഇന്ന് ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ട്ടോ. അപ്പൊ ദാ അങ്ങനെ ഓരോന്നോരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പിന്നെ പിന്നെ ഇപ്പൊ ഇന്ന് പറയുകയാണെങ്കിൽ അധികം വേറെ ഒന്നും ഉണ്ടാക്കാനൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഉമ്മ ഇപ്പൊ ഏട്ടത്തിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പം പിന്നെ ഓരെന്തായാലും ഉണ്ടാവില്ല. പിന്നെ ഞാൻ മാത്രമല്ലേ ഭക്ഷണത്തിന്. അപ്പൊ പിന്നെ എനിക്ക് അത് മതി. ഞാൻ അതിന്മേൽ അഡ്ജസ്റ്റ് ചെയ്യും ട്ടോ. പിന്നെ വൈകുന്നേരം പിന്നെ മക്കൾ വന്നിട്ട് വൈകുന്നേരം സമയത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാച്ചിട്ട്. പിന്നെ ഒന്നാമത് പനിയും കാര്യങ്ങളൊക്കെ അല്ലേ. ഈ ഒരു പനി വന്നതുകൊണ്ട് തന്നെ ശരീരത്തിന് ഭയങ്കര തളർച്ചയും ക്ഷീണമൊക്കെയാണ് ട്ടോ. ഒന്ന് രാവിലെ കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ഷീണം വരികയാണ്. അപ്പൊ ഞാൻ ഓടിപ്പോയി കിടക്കും. അത് ഇനി എന്താണെന്ന് അറിയില്ല. പിന്നെ ഈ പനിന്റെ ഇതാണോ അതോ ഇനി വേറെ വല്ല അസുഖം ഉണ്ടോന്നൊന്നും അറിയില്ല ട്ടോ. അപ്പൊ എനിക്ക് തോന്നുന്നത് പനി വരുവോളം എനിക്കൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പനി വന്നിട്ടാ തോന്നുന്നുണ്ട്. ഇനി ഒന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പൊ അങ്ങനെ അപ്പങ്ങളൊക്കെ അങ്ങനെ വരിവരിയായി ചുട്ടെടുക്കുന്നുണ്ട് ട്ടോ. അപ്പം പിന്നെ ചില സമയത്ത് പിന്നെ മോക്കൊരു ഇതാണ് ഈ അപ്പം ഇഷ്ടമാണ്. ചില സമയത്ത് മോളറിയും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് വേണ്ട അറിയട്ടോ. അപ്പൊ ഇന്ന് പിന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന്റെ ഇടയിൽ നമ്മളെ ചോറും വന്നിട്ടുണ്ട് ട്ടോ. അപ്പൊ ചോറ് ഞാൻ വേഗം പിന്നെ ഊറ്റി റെഡിയാക്കി കണ്ട് അങ്ങനെ കുക്കറിലല്ലേ അപ്പൊ 2 വിസിൽ മാത്രം മതി. റേഷൻ അരി ആയതുകൊണ്ട് വേവില്ലാത്ത അരിയാണ്. അപ്പൊ പെട്ടെന്ന് തന്നെ വേവ് കിട്ടും. 2 വിസിൽ മതി. അപ്പൊ തന്നെ തുറക്കും വേണം. അല്ലെങ്കിൽ പിന്നെ കഞ്ഞിയായി പോകും ട്ടോ. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് തീരെ ലൈക്കും പിന്നെ ഒന്നുമില്ല, വ്യൂസ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതുവരെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇത്രയൊക്കെ എത്തിപ്പെട്ടത്. എന്നാലും നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണ്, നമുക്ക് എല്ലാവരും സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ടാണ് ട്ടോ. അപ്പൊ ദാ പിന്നെ പിന്നെ ചായക്കുള്ള കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ മക്കൾക്കുള്ള ചോറ് എടുത്തേക്കാണ് ട്ടോ. അപ്പൊ ദാ നമ്മൾ അടിപൊളിയായിട്ടുള്ള കൂട്ടാൻ ഇവിടെ റെഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ട്ടോ. അപ്പൊ അപ്പത്തേക്കും പിന്നെ അതുപോലെ തന്നെ ദോശ ആണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും എന്തൊക്കെ ഈ ഒരു ഇത് പറ്റൂ ട്ടോ. നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാനിവിടെ കഴിക്കാൻ പോവാണ്. അപ്പൊ ദാ ഞാൻ അപ്പം എടുത്തിട്ടുണ്ട്. ഇനി അതൊക്കെ ഞാൻ കുറച്ച് പിന്നെ തക്കാളി കൂട്ടാനും ഇട്ട് കൊടുത്തിട്ട് അതും കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാൻ പോണത് ട്ടോ. പിന്നെ അങ്ങനെ ബാക്കി പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇനി പെട്ടെന്ന് പാത്രം മോറലും ഇതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ച് വെച്ചു. പിന്നെ ഇനിയിപ്പോ മക്കള് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റക്കല്ലേ. അപ്പൊ പിന്നെ എന്താ പറയാ ഒറ്റക്കായ ഭയങ്കര ഗതികേടാണ്. കുട്ടികള് വീട്ടിലാരും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും. അല്ലെങ്കിൽ വല്ല സ്റ്റിച്ചിങ്ങോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തിരിക്കും. പിന്നെ ഇന്നിപ്പോ ഒന്നും ചെയ്യാൻ വയ്യ. പനി ഇതൊക്കെ ആയതുകൊണ്ട് പിന്നെ ഭയങ്കര വിറക്കലൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞങ്ങാണ്ട് ഞാൻ കുറച്ചു നേരം ഒന്ന് കടന്നുറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ മരുന്നുണ്ട്, പനീന്റെ മരുന്നൊക്കെ ഉണ്ട്. അപ്പൊ അത് കുടിച്ചുകൊണ്ട് കടന്നുറങ്ങണം എന്ന് വിചാരിക്കുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ പനി മാറട്ടെ. അസുഖവും കാര്യങ്ങളൊക്കെ ആയാലേ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. നമ്മളെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് ഒരു ദേഷ്യമൊക്കെയാണ് ട്ടോ. അപ്പൊ അതിന്റെ ഇടയിൽ തിരുമ്പലും കാര്യങ്ങളും അതും നടക്കുന്നുണ്ട് ട്ടോ. അപ്പൊ അടുക്കളയ്ക്ക് ഇപ്പം മെഷീൻ മാറ്റി വെച്ചതുകൊണ്ട് നല്ല സൗകര്യമാണ്. എല്ലാ പണികളും ഒരുമിച്ച് തന്നെ തീരും ട്ടോ. പിന്നെ അടിച്ചു വാരാനും തുടക്കാനൊക്കെ അല്ലേ, അതൊക്കെ അതിന്റെ വഴിക്ക് നടക്കും. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. താങ്ക് യു.